CPI മുൻ എറണാകുളം ജില്ലാ സെക്രട്ടറി മുൻ MLA പി രാജു അന്തരിച്ചു. കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിലായിരുന്നു അന്ത്യം. അർബുദ ബാധിതനായി ചികിത്സയിലായിരുന്നു. കൂടുതൽ വിശദാംശങ്ങളുമായി ആസിഫ് മുഹമ്മദ് ഉണ്ട്. ആസിഫ്, എപ്പോഴായിരുന്നു മരണം? എന്തെല്ലാമാണ് വിവരങ്ങൾ? അല്പം മുമ്പാണ് CPIയുടെ മുൻ ജില്ലാ സെക്രട്ടറിയും അതുപോലെ തന്നെ 2 തവണ MLAയുമായിരുന്ന പി രാജുവിൻ്റെ മരണം സ്ഥിരീകരിച്ചത്. അർബുദബാധിതനായി ചികിത്സയിലായിരുന്നു. 2 ആഴ്ച മുമ്പാണ് ഇതുമായി ബന്ധപ്പെട്ട് രോഗം വഷളാകുകയും അദ്ദേഹത്തെ ആശുപത്രിയിലേക്ക് പ്രവേശിക്കുന്നതിലേക്കടക്കം കാര്യങ്ങൾ എത്തുകയും ചെയ്തത്. 91-ലും 96-ലും വടക്കൻ പറവൂരിൽ നിന്ന് MLA ആയിരുന്നു. 2 തവണ CPIയുടെ ജില്ലാ സെക്രട്ടറി സ്ഥാനം വഹിച്ചിട്ടുണ്ട്. പക്ഷേ അവസാന കാലത്ത് പാർട്ടി നടപടിക്ക് വിധേയനായി അദ്ദേഹം കഴിയുകയായിരുന്നു. നമുക്കറിയാം, പാർട്ടിയിലെ വിഭാഗീയതയുമായി ബന്ധപ്പെട്ട് ആണ് തനിക്കെതിരെ ഈ നടപടി എന്നുള്ള കാര്യമടക്കം അദ്ദേഹം കഴിഞ്ഞ ദിവസങ്ങളിൽ രോഗബാധിതനായി ആശുപത്രിയിൽ പോകുന്നതിന് മുമ്പ് തന്നെ മാധ്യമങ്ങളോടക്കം പ്രതികരിക്കുന്ന ഒരു സാഹചര്യമുണ്ടായിരുന്നു. മാത്രമല്ല, അദ്ദേഹത്തെ ജില്ലാ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് അദ്ദേഹം മാറിയതിന് പിന്നാലെ ഈ സാമ്പത്തിക ആരോപണങ്ങളിലടക്കം പാർട്ടിയിലെ ഒരു വിഭാഗം തനിക്കെതിരെ ചുമത്താൻ ശ്രമിച്ചു. അങ്ങനെ തന്നെ പാർട്ടിയിൽ നിന്ന് മാറ്റി നിർത്താനുള്ള ശ്രമമാണ് നടക്കുന്നത് തുടങ്ങിയ കാര്യങ്ങളെല്ലാം അദ്ദേഹം പറഞ്ഞിരുന്നു. പക്ഷേ കൺട്രോൾ കമ്മീഷൻ അടക്കം അദ്ദേഹത്തെ ഉയർന്ന സ്ഥാനത്തേക്ക് തിരിച്ചെടുക്കാൻ കഴിയും എന്ന തരത്തിലുള്ള റിപ്പോർട്ട് സമർപ്പിച്ചിരുന്നെങ്കിൽ പോലും ജില്ലാ നേതൃത്വം അതുമായി ബന്ധപ്പെട്ട് തയ്യാറായിരുന്നില്ല തുടങ്ങിയ കാര്യങ്ങളും രാഷ്ട്രീയപരമായ ചർച്ചകളെല്ലാം നിലനിൽക്കുന്ന ഒരു സമയത്ത് തന്നെയാണ് അദ്ദേഹം എന്തായാലും കഴിഞ്ഞ ദിവസങ്ങളിൽ രോഗബാധിതനായി അദ്ദേഹത്തെ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും ചെയ്തത്. കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിൽ അദ്ദേഹം ചികിത്സയിലായിരുന്നു. ഒരാഴ്ചത്തോളമായി ആശുപത്രിയിൽ ചികിത്സ തുടരുന്ന സമയത്താണ് ഇന്ന് പുലർച്ചെ അദ്ദേഹത്തിൻ്റെ ആരോഗ്യനില കൂടുതൽ വഷളാകുകയും ചെയ്തത്. അദ്ദേഹം കഴിഞ്ഞ കുറേ കാലമായി ക്യാൻസർ രോഗബാധിതനായിരുന്നു. അതിന് പിന്നാലെ ചികിത്സ തേടി വരികയായിരുന്നു. പക്ഷേ കഴിഞ്ഞ ഒരാഴ്ചയ്ക്ക് മുമ്പാണ് അസുഖം കൂടുതൽ വഷളാകുന്നതിലേക്ക് കാര്യങ്ങൾ എത്തുകയും ചെയ്തത്. അതിൽ പുലർച്ചെ അദ്ദേഹത്തിന്റെ മരണം സ്ഥിരീകരിച്ചു. നാളെയാണ് സംസ്കാര ചടങ്ങുകൾ എന്നാണ് നമുക്കിപ്പോൾ അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. എറണാകുളം ടൗണിലും പറവൂരിലുമായി പൊതുദർശനം അടക്കമുള്ള കാര്യങ്ങൾ നിശ്ചയിച്ചിട്ടുണ്ട്. എന്തായാലും സംസ്കാര സമയം അടക്കമുള്ള കാര്യങ്ങൾ മുൻ MLA പി രാജു അന്തരിച്ചിരിക്കുകയാണ്. ആസിഫ് മുഹമ്മദാണ് വിശദാംശങ്ങൾ പങ്കുവച്ചത്.